എപ്പോഴും ഒരു അവെയറാണ് ഞാൻ. ആരെങ്കിലും എന്തെങ്കിലും വയ്യാണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം അവർക്ക് വിശന്നിരിക്കുന്നവരാണോ അത് കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള വലിയ കൃപ എനിക്ക് ദൈവം തന്നു. ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു. പിന്നെ ഒരു കാര്യം, ഞാൻ പ്രാർത്ഥിക്കാറൊക്കെ ഉള്ള ആളാണെങ്കിലും ജപമാല ചൊല്ലാറില്ലായിരുന്നു. ഞാൻ മെയ് 18, 2024 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. പക്ഷേ 31-ാം തീയതി ഞാൻ ആ സമയത്തൊന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ ചൊല്ലും, വൈകുന്നേരം സായാഹ്ന പ്രാർത്ഥന ചൊല്ലും, ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും കുർബാന കൂടാറുണ്ട്. പക്ഷേ ഞാൻ ജപമാല ചൊല്ലാറില്ല. എനിക്കറിയില്ല ഒന്നാമത് ജപമാല ചൊല്ലാൻ. പിന്നെ ആരോ എൻ്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ അത് കുറേ നേരം ഉണ്ട്, മുട്ടയിൽ നിന്ന് വലിയ പണിയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ നെഗറ്റീവ് ആക്കണ എന്തോ ഒരു ഇതുപോലെ എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ മെയ് 31-ാം തീയതി ഉടമ്പടി എടുത്ത് മെയ് 31-ാം തീയതി ഞാൻ മുട്ടയിൽ നിന്ന് സായാഹ്ന പ്രാർത്ഥന ചൊല്ലണതിന് മുമ്പ് അമ്മേനോട് സംസാരിക്കും. അമ്മേനോട് ചോദിച്ചു, നീ മരിയൻ ഉടമ്പടിയല്ലേ എടുത്തിരിക്കണത്, എന്തുകൊണ്ടാണ് നീ ജപമാല ചൊല്ലാത്തതെന്ന്. ഞാൻ അമ്മയുടെ ചോദ്യത്തിന് മുമ്പിൽ കരഞ്ഞുപോയി. ഞാൻ വല്ലാണ്ട് വിഷമിച്ചു പോയി. അപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഭയങ്കര വിഷമം തോന്നി. ദൈവമേ, അമ്മ ചോദിക്കേണ്ട അവസ്ഥ എനിക്ക് വരുത്തി, ഞാൻ പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന്. പിറ്റേ ദിവസം അമ്മ എൻ്റെ രാവിലെ എഴുന്നേറ്റ് പറഞ്ഞു, നിൻ്റെ കയ്യിൽ ജപമാല ബുക്ക് ഉണ്ടല്ലോ. അപ്പോഴാണ് ഞാൻ ഓർത്തത് ജപമാലയുടെ ബുക്ക് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ കൂട്ടുകാരുടെ അടുത്തെങ്കിൽ ചോദിക്കാമെന്ന് ഓർത്തപ്പോൾ അമ്മ പറഞ്ഞു, വേണ്ട, നീ ആരോടത്തും ചോദിക്കേണ്ട, നീ ആ ബുക്ക് തുറക്കാൻ പറഞ്ഞു. ആ ബുക്ക് തുറന്ന് അമ്മ ഓരോ ദിവസങ്ങൾ നോക്കാൻ പറഞ്ഞു. ആ ദിവസങ്ങൾ നോക്കി നീ 5 രഹസ്യം വെച്ച് എല്ലാ ദിവസവും ചൊല്ലണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ മോളും കൂടി ജൂൺ 1-ാം തീയതി മുതൽ ജപമാല സന്ധ്യക്ക് ജപമാല ചൊല്ലും. അമ്മ സമയവും പറഞ്ഞു തന്നു, ഒരു 6 മണിക്ക് നിങ്ങൾ ചൊല്ലണം എന്ന്. അത് കഴിഞ്ഞ് 7 മണിക്ക് സായാഹ്ന പ്രാർത്ഥനയും ചൊല്ലും, ബൈബിൾ വായിക്കും. ഇതിനൊന്നും ഒരു മുടക്കവും അമ്മ വരുത്തിയിട്ടില്ല. ഇതൊന്നും എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ അമ്മയാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണത് ഇതെല്ലാം. അങ്ങനെ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് ജപമാല എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് പഠിപ്പിച്ചു തന്നു. ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഉടമ്പടിയിലൂടെ കിട്ടിയ അനുഗ്രഹങ്ങളാണ്. ഇനിയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി എന്നെ, എൻ്റെ കുടുംബത്തെയും നിങ്ങളുടെ നിയോഗങ്ങളും എത്രയും പെട്ടെന്ന് നടന്നു കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിയോഗങ്ങളെക്കാളും ദൈവത്തോട് അടുക്കാനുള്ള കൃപ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ ചുരുക്കുന്നു.